ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം, തിരുവനന്തപുരം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടത്തിയ വാക്കൌട്ട് ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷനുകൾ എന്നിവയുടെ അവതരണവേളയും ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് രേഖകളോടൊപ്പം സമർപ്പിച്ച അനുബന്ധം 4-നുള്ള ഭേദഗതി ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് സഭയിൽ സമർപ്പിച്ചു. കുട്ടനാട്ടിലെയും മറ്റ് പാടശേഖരങ്ങളിലെയും നെല്ല് യഥാസമയം സംഭരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അമിത കിഴിവ് ആവശ്യപ്പെട്ട് മില്ലുടമകൾ സംഭരണത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. കേരള കോൺഗ്രസ് ജേക്കബ് അംഗം അനൂപ് ജേക്കബായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. ഇതിനു മറുപടി നൽകിയ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നെല്ല് സംഭരണത്തിലുണ്ടായ പ്രശ്നങ്ങൾ മില്ലുടമകളുമായി ചർച്ച ചെയ്ത് പരിഹരിച്ചുവെന്ന് മറുപടി നൽകി. കേന്ദ്ര സർക്കാരിന്റെ ചില നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ നെല്ല് സംഭരണം നടത്താനാകൂ. അതുമൂലമുണ്ടായ ചില പ്രതിസന്ധികളും മില്ലുടമകൾ ആവശ്യപ്പെട്ട കിഴിവ് നൽകാൻ ചില കർഷകർ തയ്യാറാകാതിരുന്നതുമാണ് നെല്ല് സംഭരണത്തിൽ കാലതാമസത്തിന് ഇടവരുത്തിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന മന്ത്രിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്നും 2 ആഴ്ചയോളമായി സംഭരിക്കാത്ത നെല്ല് കർഷകന്റെ കണ്ണീരായി പാടശേഖരങ്ങളിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണെന്നും അനൂപ് ജേക്കബ് ആരോപിച്ചു. കർഷകർക്ക് PRS വായ്പ കുടിശ്ശിക വന്നപ്പോൾ 2000 കോടി രൂപ കടം വാങ്ങി 2.16 ലക്ഷം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച സർക്കാരാണിതെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ ആവർത്തിച്ചു. കർഷകരോടുള്ള സമീപനത്തിൽ കേരളം ഇന്ത്യയ്ക്ക് മാതൃകയായ സംസ്ഥാനമാണെന്നും അതിനാൽ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ AN ഷംസീർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നെല്ലിന് മീതെ കർഷകന്റെ കണ്ണീര് വീഴ്ത്തുന്ന നടപടിയാണ് സർക്കാരിന്റേതെന്ന് വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ നൽകിയ പണത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ ഇനി പണം നൽകാനാകൂവെന്നാണ് MPമാരുടെ ചോദ്യത്തിന് പാർലമെന്റിൽ നിന്ന് ലഭിച്ച മറുപടി. സംസ്ഥാന സർക്കാർ 2018-19 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പോലും കേന്ദ്രത്തിന് നൽകിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലുണ്ടായിരുന്ന സ്ഥിതിവിശേഷം ശോചനീയമാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. സംസ്ഥാനത്ത് തീവ്ര ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷാംഗം CK ആശ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ഇത്തരം വിദ്യാർത്ഥികൾക്കായി സർക്കാർ മേഖലയിൽ കൂടുതൽ സ്കൂളുകൾ ആരംഭിക്കേണ്ടതിന്റെ അനിവാര്യതയും ആശ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർ ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാരെയും സമൂഹത്തിന്റെ പ്രത്യേക പരിഗണന ആവശ്യമുള്ള വിഭാഗങ്ങളെയും ചേർത്തുപിടിച്ചാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി R ബിന്ദു മറുപടി നൽകി. മോഡൽ ഇൻക്ലൂസീവ് സ്കൂൾ പദ്ധതിയിൽ 84 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്കൂളുകളിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ട സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് പുറമെ വിവിധ പരിശീലനങ്ങൾ, തെറാപ്പി സൗകര്യം വർദ്ധിപ്പിക്കുക എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിലുണ്ടായ റാഗിംഗ് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള റാഗിംഗ് വിരുദ്ധ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് അംഗം N ഷംസുദ്ദീൻ മറ്റൊരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ഇപ്പോഴത്തെ നിയമത്തിന് വേണ്ടത്ര മൂർച്ചയില്ലെന്നും ജാമ്യം കിട്ടുന്നതും 2 കൊല്ലം മാത്രം ശിക്ഷ ലഭിക്കുന്നതുമായ നിയമമാണിതെന്നും സൈബർ ഭീഷണികൾ കൂടി നിയമത്തിൽ ഉൾപ്പെടുത്തി ഭേദഗതി വരുത്തണമെന്നും ഷംസുദ്ദീൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. 2009 രൂപീകരിച്ച ആന്റി റാഗിംഗ് കമ്മിറ്റി എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലവിലുണ്ടെന്ന് മന്ത്രി R ബിന്ദു മറുപടി നൽകി. റാഗിംഗ് തടയുന്നതിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാരോ സർവകലാശാലകളോ യാതൊരു അലംഭാവവും കാട്ടുന്നില്ല. റാഗിംഗിൽ പ്രതിചേർക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ തെളിവ് ലഭിക്കുകയും കുറ്റം തെളിയുകയും ചെയ്താൽ അവരെ പരീക്ഷകളിൽ നിന്ന് ഡീബാർ ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണെന്ന് മന്ത്രി വിശദീകരിച്ചു. ഗതാഗത പ്രശ്നമുള്ള റൂട്ടുകളിൽ ചെറിയ ബസ്സുകൾ അനുവദിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ KP കുഞ്ഞഹമ്മദ് കുട്ടിയുടെ സബ്മിഷന് മറുപടി നൽകി. റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 503 റൂട്ടുകൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പെർമിറ്റുകൾ ഉടൻ അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ന് ചോദ്യോത്തരവേളയിൽ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം ചൂടുള്ള ചർച്ചയായി.
മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇതേ വിഷയത്തിൽ ഒരേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തുണ്ടാകുന്ന വിവിധ തരം തട്ടിപ്പുകളെ പോലീസ് ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകളോ വാഗ്ദാനങ്ങളോ നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ആദ്യമേ തന്നെ നിയമപരമായ നടപടികളെടുക്കാൻ പോലീസിന് പരിമിതിയുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ തട്ടിപ്പ് നടത്തുമെന്ന് പറഞ്ഞ് അവർക്കെതിരെ കേസെടുക്കാനാവില്ല. തട്ടിപ്പ് നടന്നാൽ കേസെടുക്കുകയും ചെയ്യുമെന്നും പാതിവില തട്ടിപ്പ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതോടൊപ്പം വിദേശത്ത് പഠനവും തൊഴിലും വാഗ്ദാനം ചെയ്യുന്ന ഒരു മേശയും 4 കസേരയും ഇട്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ തൊഴിൽ തട്ടിപ്പിലും ജാഗ്രത വേണം. അവിടെ ചെന്ന് നോക്കുമ്പോഴായിരിക്കും ഈ കസേരയും മേശയും മാത്രമാണുള്ളതെന്ന് മനസ്സിലാകുകയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സംസാരിച്ചത്. അതിബുദ്ധിമാന്മാരാണെന്ന് ധാരണയുള്ള മലയാളികളാണ് ഇന്ത്യയിൽ കബളിപ്പിക്കപ്പെടുന്നതിൽ കൂടുതലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു മാസം 12% പലിശ ലഭിക്കുമെന്ന് കരുതി പണം നൽകാൻ തയ്യാറുള്ളവരാണ് മലയാളികൾ. അങ്ങനെ നോക്കിയാൽ ഒരു വർഷം 244% പലിശ ലഭിക്കുമെന്നാണ് ധാരണ. എന്നാൽ ഇത്രയും പലിശ ഒരു സ്ഥാപനത്തിനും നൽകാനാവില്ല. പണത്തോടുള്ള അമിതമായ ആഗ്രഹമാണ് ഈ തട്ടിപ്പുകൾക്കെല്ലാം വളമാകുന്നതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മാർച്ച് 12 വരെ സംസ്ഥാനത്ത് 1343 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തി. ഇതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് എഡിജിപി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. സെർവിക്കൽ ക്യാൻസറിനെ ഫലപ്രദമായി ചെറുക്കുന്ന HPV വാക്സിന്റെ ഒരു ഡോസ് 9 മുതൽ 14 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് ഈ മാസം തന്നെ നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ അറിയിച്ചു. HPV വാക്സിൻ സെർവിക്കൽ ക്യാൻസറിനെ ഫലപ്രദമായി ചെറുക്കുമെന്ന് ആഗോളതലത്തിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി. ക്യാൻസർ രോഗ സ്ക്രീനിംഗിന്റെ ഭാഗമായി 13 ലക്ഷം സ്ത്രീകളെ പരിശോധിച്ചതിൽ 120 പേർക്ക് രോഗം സ്ഥിരീകരിച്ചുവെന്ന് മറ്റൊരു ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. തദ്ദേശ വകുപ്പ് നടപ്പാക്കുന്ന ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്ററുകൾ സംസ്ഥാന വ്യാപകമാക്കുന്നത് പൈലറ്റ് പദ്ധതികളുടെ പ്രവർത്തനവും വിജയവും പരിഗണിച്ചായിരിക്കുമെന്ന് മന്ത്രി MB രാജേഷ് സഭയിൽ അറിയിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 19 ബ്ലോക്കുകളിലാണ് ഇന്നവേഷൻ ക്ലസ്റ്ററുകൾ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കി വരുന്നതെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടി നൽകി. ഉപഭോക്തൃ താൽപര്യങ്ങൾ, നൂതന വിവരസാങ്കേതിക വിദ്യ, വിദേശ നിക്ഷേപ നയത്തിലെ മാറ്റം തുടങ്ങിയ ഘടകങ്ങൾക്കനുസൃതമായി ഇ-കൊമേഴ്സ്, ഡയറക്ട് സെല്ലിംഗ് വിൽപ്പന രീതികൾ വിപുലപ്പെടുത്തുന്നുണ്ടെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ സഭയിൽ രേഖാമൂലം മറുപടി നൽകി. യുവാക്കളിൽ വർദ്ധിച്ചുവരുന്ന ആക്രമണ മനോഭാവം തുടച്ചുനീക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാത്ത ഒരുമയാണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഇതിനായി വിദ്യാർത്ഥി യുവജന സംഘടനകൾ, സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ സംഘടനകൾ, അധ്യാപക, രക്ഷകർതൃ സംഘടനകൾ എന്നിവയുടെ യോഗം ചേർന്ന് വിപുലമായ കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഓൺലൈൻ അപേക്ഷകളിൽ 99.61% തീർപ്പാക്കിയെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ സഭയിൽ പറഞ്ഞു. ആധാർ അധിഷ്ഠിത പൊതുവിതരണ സംവിധാനം പ്രകാരം നിലവിലുള്ള 13,973 റേഷൻ കടകളിൽ ഇ-പോസ് മെഷീൻ മുഖേനയാണ് റേഷൻ വിതരണം നടത്തുന്നത്. നാളിതുവരെ 95.83% ഗുണഭോക്താക്കൾ അവരുടെ KYC പൂർത്തിയാക്കിയെന്നും മന്ത്രി വെളിപ്പെടുത്തി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷം ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിൽ വലിയ മാറ്റമുണ്ടായതായി മന്ത്രി MB രാജേഷ് സഭയിൽ രേഖാമൂലം മറുപടി നൽകി. അന്തർദേശീയ സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് കേരളത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമായിരുന്നു ഇന്ന് സഭയിൽ നടന്ന മറ്റൊരു നടപടിക്രമം. ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങൾ സംസാരിച്ചു. ഭരണപക്ഷാംഗം KV സുമേഷാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. കോൺഗ്രസ് അംഗം രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. മന്ത്രിമാരുടെ മറുപടിക്കും വോട്ടെടുപ്പിനും ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.